ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനമായി കടന്നു വരുവാൻ തക്കോണം ദൈവം ഇടയാക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ ദൈവം അല്ലെങ്കിൽ എനിക്കിടയായത്. എന്നാലും കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വായിച്ച സമയത്ത് ദൈവം എന്നോട് ഇടപെട്ട എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്ത് വളരെ പ്രസക്തമായ ഒരു ഭാഗമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, സമാധാനമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി രണ്ട് പക്ഷമുണ്ടെന്ന്. വളരെയധികം ടെൻഷൻസും അൺസർട്ടനിറ്റിയും പൊളിറ്റിക്കൽ കയോസും എല്ലാം നിറഞ്ഞ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതുപോലെ യുദ്ധങ്ങൾ, പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും തീരുന്നില്ല. അതിൻ്റെ പേരിൽ മറ്റു പല രാജ്യങ്ങളിലും അസ്വസ്ഥതകൾ നേരിടുന്നു. ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്ത് വീടുകളിൽ സമാധാനമില്ലാതെ, ഭവനങ്ങളിൽ സമാധാനമില്ലാതൊക്കെ ഭാരപ്പെടുന്ന ഈ ലോകത്ത് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഈ വേദഭാഗം വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. ഇതിനകത്ത് ഈ കലുഷിതമായി ഈ അസമാധാനത്തിന് നടുവിൽ സമാധാനം ഉള്ളവരും കർത്താവിൽ സമാധാനം ഉണ്ടാക്കുന്നവരുമായി നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനായി ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഹല്ലേലൂയ സ്തോത്രം ഒരു ഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം മുതൽ ഉള്ള ഭാഗമാണ് വായിക്കുന്നത്. ദ ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 3 12 ഓൺവേഴ്സ്. അപ്പോസ്തലനായ പൗലോസാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയോടെ ബദ്ധമായ സ്നേഹം ധരിക്കുവീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരും ആയിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഭാഗം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ് എഴുതുകയാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായുള്ളവരെ, നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ കർത്താവിനെ അറിഞ്ഞവരാണ്. നമ്മളോടും കൂടെ പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അറിഞ്ഞവരാണ്, കർത്താവിനെ കൈയടിക്കുന്നവരാണ്, പാടുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, അല്ലേ? നല്ലത് മാത്രം പോരാ, നിങ്ങൾക്ക് വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റികളുണ്ട്. ആ ക്വാളിറ്റികൾ നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റികൾക്ക് വേണ്ടി നിങ്ങൾ അതിയായി ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് ആ ധന്യനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് മനസ്സലിവ്. മനസ്സലിവ്. നമുക്ക് മനസ്സലിവുള്ളവരാണോ? പ്രൈസ് ദി ലോർഡ്. മനസ്സലിവെന്ന് പറയുന്ന ആ ക്യാരക്ടർ ദൈവത്തിൻ്റെ മുൻപിൽ വലിയ ഡെപ്തുള്ള ഒരു വലിയൊരു സ്വഭാവ വിശേഷതയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സലിവ് തോന്നുക. ഹല്ലേലൂയ. നമുക്ക് നല്ല ശമരിയക്കാരൻ്റെ കഥ അറിയാം, അല്ലേ? മുറിവേറ്റ് ഒരു വ്യക്തി കടന്നപ്പോൾ അനേകരതിലേക്ക് കടന്നുപോയി. അനേക കർത്താവിനെ അറിയുന്നവരെന്ന് പറയുന്നവർ പോലും, ആ നിലയിൽ നിൽക്കുന്നവർ പോലും ഒക്കെ കടന്നുപോയി. പക്ഷെ അവരൊക്കെ ഗൗനിക്കാതിരുന്നപ്പോൾ ഒരു ശമരിയക്കാരന് ആ വ്യക്തിയോട്, വൂണ്ടഡായിട്ടുള്ള ആ വ്യക്തിയോട് മനസ്സലിഞ്ഞ്, അദ്ദേഹത്തോട് മനസ്സലിഞ്ഞതിൻ്റെ ഫലമായി അത് പ്രവൃത്തിയിൽ, അത് പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കോരിയെടുത്ത് ശുശ്രൂഷ ചെയ്തൊരു കംഫോർട്ട് സോണിലേക്ക് മാറ്റുവാൻ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞു. ഈ നല്ല മനോഭാവം, ആ ഗുഡ് സമരിറ്റൻ്റെ മനോഭാവം നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ
നമുക്ക് ദൈനംദിനമായി ഒരുപാട് പേരുടെ കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, വീഴ്ചകൾ, അപകടങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. എല്ലാവരെയും ഒന്നും നമ്മളെ രക്ഷിക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നമ്മളാൽ കഴിയുന്ന, നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ സഹായിക്കുവാൻ കഴിവുണ്ടായിട്ടും ആമേൻ അതെൻ്റെ ബിസിനസ് അല്ല എന്ന് പറഞ്ഞു പോകുന്നവരെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് അതിന് മേൽ ഒരു മനസ്സലിവ് തോന്നുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുവാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സ് അലിയുന്ന ഹൃദയം. പ്രൈസ് ദി ലോർഡ്. വളരെ പരുക്കമായി മനസ്സലിയാതെ വളരെ പരുക്കമായത് അവൻ്റെ കുഴപ്പം കൊണ്ടാണ്, ചെയ്തു കൂട്ടിയൻ്റെ പ്രശ്നം കൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വളരെ പരുഷമായി, ബാലിശമായി കുഴപ്പം കഷ്ടതയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അറിവില്ലായ്മയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അതുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് മനസ്സലിയുന്നൊരു ഹൃദയമുള്ളവരാകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് എത്ര പേര് അതിനായിട്ട് വാഞ്ചിക്കും? ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ് മനസ്സലിവ്. അടുത്ത ക്വാളിറ്റിയാണ് ദയ. പ്രൈസ് ദി ലോർഡ്. ദയയുള്ളവരായിരിക്കണം, കൈൻഡ്നെസ് ഉള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു തെറ്റ് ചെയ്തൊരു വ്യക്തി, ആ വ്യക്തി വെദർ ഹി ഓർ ഷീ വാസ്തവത്തിൽ അനുദപിച്ച് വരുമ്പോൾ അവരോട് കരുണ തോന്നുന്ന, അവർക്കൊരവസരം കൂടെ കൊടുക്കുവാൻ തോന്നുന്ന ഒരു കനിവുള്ളൊരു ഹൃദയം, ദയയുള്ളൊരു ഹൃദയം ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാന ക്വാളിറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്മ. ഹംബിൾനെസ് ഈസ് ദ കീ ഫോർ സക്സസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. താഴ്മ വിജയത്തിൻ്റെ കർത്താവ് നമ്മളെ ഉയർത്തുവാൻ വേണ്ടി ഏറ്റവും അതിയായി ആവശ്യമായ ഒരു കാര്യമാണ്. ഇന്ന് താഴ്മ വളരെയധികം മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറയാതെ വയ്യ. കാരണം വളരെയധികം ഓവർ ഭവ്യത കാണിച്ച്, താഴ്മയെ അങ്ങ് അഭിനയിച്ച് കാണിച്ച് ഞാൻ ഏറ്റവും താഴ്മയുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ പലരിൽ കാണുന്നത്. പക്ഷേ അങ്ങനത്തെ താഴ്മയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിനകത്ത് നിഗളം കയറി വരാതെ നമ്മുടെ ജീവിതയാത്ര നമ്മുടെ തന്നെ കാര്യം എടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനൊന്നും യോഗ്യനില്ലായിരുന്നു, എന്നാൽ ദൈവം ജീവനുള്ളവരുടെ ദേശത്തിന് എത്രത്തോളം ശേഷിപ്പിച്ചു, എനിക്ക് വേണ്ടതൊക്കെ നൽകി തന്നു, ഇവിടം വരെ എന്നെ കൊണ്ടുവന്നു. അതെൻ്റെ കഴിവല്ല, അത് ദൈവം നടത്തിയ വിധമാണ് എന്ന് ഓർക്കുമ്പോൾ അത് മതി നമുക്ക് താഴ്മയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി. താഴ്മയുള്ളവരാകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം അഹങ്കാരികളോട്, നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവസേനയിൽ താഴ്മ ധരിക്കുന്ന നിന്നെ ദൈവം ഉയർത്തുമെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവും അവന് ആവശ്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവസേനയിൽ താഴ്ന്ന ഒരു വ്യക്തി ലോകത്തിന് മുമ്പിൽ, മനുഷ്യന് മുമ്പിൽ അവൻ ലജ്ജിച്ചു പോകുവാൻ, താഴ്ന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ്റെ ഗ്രാഫ്, അവൻ്റെ ജീവിതം എപ്പോഴും കർത്താവിൽ ഉയർന്നു തന്നെ നിൽക്കുവാൻ ദൈവം ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ ക്വാളിറ്റി സൗമ്യത. സൗമ്യമായൊരു ഹൃദയം, അല്ലേ? വളരെയധികം പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിലായാലും ജോലി സ്ഥലങ്ങളിലായാലും ഒക്കെ നമുക്ക് ഒത്തിരി പ്രൊവോക്കിംഗ് എലമെൻറ്റ്സ് വരാം, അല്ലേ? പലരിലൂടെ, സംസാരങ്ങളിലൂടെ, ചിലരുടെ ആക്ഷനിലൂടെ ഒക്കെ വരാം. പക്ഷേ ഈ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ലോകത്ത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സൗമ്യതയുള്ളവരാകുവാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. മോശ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഒരു വലിയ ലീഡറായി തൻ്റെ മക്കളായ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന അവരെ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് നയിക്കുവാൻ ദൈവത്തെ മോശയെ കണ്ടതിൻ്റെ ഒരു പ്രധാന ക്വാളിറ്റി, മോശ ആ കാലഘട്ടത്തിൽ ഏറ്റവും സൗമ്യനായ വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ തന്നെ ഏറ്റവും സൗമ്യനായ വ്യക്തിയായിരുന്നു. ആമേൻ. തൻ്റെ സൗമ്യത, ജെൻറ്റിൽനെസ്, അല്ലേ? ആ സൗമ്യതയാണ് മോശയെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുവാനും ദൈവത്തിൻ്റെ കണ്ണിൽ മോശ എന്ന വ്യക്തി ഉടക്കുവാനും ഇടയായിത്തീർന്ന ഒരു പ്രധാന കാരണം. തന്നിമിത്തം മോശയെ ലോകം കണ്ട ഏറ്റവും വലിയ ലീഡറായി ദൈവം തിരഞ്ഞെടുക്കുവാനിടയായിട്ട് വന്നു. പ്രിയമുള്ളവരെ, നമ്മളെത്രയൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ താഴ്മയും സൗമ്യതയും ഒക്കെയുള്ള വ്യക്തി നമ്മളായിരുന്നാൽ മാത്രമേ
ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ക്വാളിറ്റിയൊക്കെ ദൈവം നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇതിൻ്റെ അവസാനം പറയും. പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഈ വീഡിയോ സെഷൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗമ്യത ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ്. പലപ്പോഴും നമ്മളെ എന്താ പറയുന്നത്, പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ രീതിയിലൊക്കെ വരുമ്പോൾ സൗമ്യത എന്ന് പറയുന്ന ആ ഭാവം മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ക്വാളിറ്റിക്കൊക്കെ നമുക്ക് മാനുഷികമായി നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി നമുക്ക് ദൈവത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഇതിനുവേണ്ടിയുള്ളൊരു വാഞ്ചയും ശ്രമവും അതിയായി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ മനസ്സലിവിനെക്കുറിച്ച് പറഞ്ഞു, ദയയെക്കുറിച്ച് പറഞ്ഞു, താഴ്മയെക്കുറിച്ച് പറഞ്ഞു, സൗമ്യതയെക്കുറിച്ച് പറഞ്ഞു. ഇനിയും ദീർഘക്ഷമ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വഴക്കൊക്കെ ഉണ്ടാകാം അല്ലേ? ജീവിതയാത്രയിൽ വഴക്കുണ്ടാകാൻ നമ്മൾ നോക്കണം. വഴക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വാക്കുതർക്കമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ക്ലാഷുകളോ ഉരസലുകളോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ജീവിത യാത്രയിൽ സംഭവിച്ചെന്ന് വരാം, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്നാണെന്നറിയാമോ? നമ്മുടെ ടോൺ മാറുന്നു, നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ഭാഷ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് നമുക്ക് തോന്നുന്നൊരു സന്ദർഭം വന്നാൽ ഉടനെ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചോണം. കർത്താവിൻ്റെ കൃപയിൽ മറഞ്ഞോണമെന്ന് ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൃപയിൽ മറഞ്ഞോണം, ദൈവത്തിൽ ആശ്രയിച്ചോണം. സ്വന്തം കഴിവിനാൽ നമുക്ക് അവിടെ ചിലപ്പോൾ ബിഹേവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് കർത്താവിൽ മറഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആമേൻ ഈ സൗമ്യതയും താഴ്മയും ഒരുവനേക്കാൾ ഒരുത്തനെ എതിർപക്ഷത്തുള്ള വ്യക്തിയെ ശ്രേഷ്ഠനായി എണ്ണിയാൽ അല്ലേ തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷേ പലപ്പോഴും നമുക്കതിന് കഴിയത്തില്ല. പ്രേക്ഷകർ പലപ്പോഴും നമ്മുടെ ഈഗോ അതിന് അനുവദിക്കത്തില്ല. എന്നാൽ ഈഗോ കയറി വരാതെ കോംപ്ലക്സുകൾ, സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളൊന്നും നമ്മളെ കിടന്ന് ഭരിക്കാതെ മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആ വലിയ ആ കൃപയിൽ മറയുമ്പോൾ ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ ആ സീനിൽ നിന്ന് നമ്മൾ വിത്ഡ്രോ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോഴും അപ്പോൾ കഴിവില്ലാത്തവനെന്നോ അവനത് പറ്റാത്തവനെന്നോ ഒക്കെ ചിലപ്പം കേട്ടെന്ന് വരാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ നമ്മൾ കർത്താവിൽ താന്നു കൊടുത്താൽ, കർത്താവിൽ വിട്ടുകൊടുത്താൽ അവരുടെ മുമ്പിൽ തന്നെ ദൈവം നമ്മളെ ഉയർത്തും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിനും ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവവാക്യം കടക്കാനല്ല. ഇന്നല്ലേ നാളെ ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ ദൈവം മാനിക്കേണ്ടിടത്ത് നമ്മളെ മാനിച്ചിരിക്കും, അനുഗ്രഹിക്കേണ്ടിടത്ത് അനുഗ്രഹിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദീർഘക്ഷമ എന്ന ക്വാളിറ്റി ദൈവം നമ്മളിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഒരു വഴക്കുണ്ടായ, ഒരു ക്ലാഷ് ഉണ്ടായ അന്യോന്യം പൊറുക്കണമെന്നാണ് ദൈവവചനം നമ്മളെക്കുറിച്ച് ആമേൻ നമ്മളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്നൊരു ഉദാഹരണം കൂടെ അവിടെ പറയാണ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. നമ്മൾ പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ വഴിയെ അറിഞ്ഞിട്ടും അറിയാതെയൊക്കെ അകന്നു പോയി നടന്ന സന്ദർഭങ്ങളിൽ പിന്നെയും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ച് ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ആ ദൈവത്തിൻ്റെ വലിയ ദീർഘക്ഷമ അല്ലേ ആമേൻ. അതാണ് ക്രൂസിലെ സ്നേഹത്തോളം എന്ന് നമ്മൾ പറയുന്ന ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ, ആ ക്ഷമയുടെ ആഴങ്ങൾ. അതുതന്നെയാണ് ദൈവയുടെ ഉദാഹരണമായി നമ്മളോട് പറയുന്നത്. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്തേ. എല്ലാത്തിനും മീതെ സമ്പൂർണ്ണതയോടെ ബദ്ധമായ സ്നേഹം ധരിപ്പിൻ. ദൈവം സ്നേഹമാണ്. ആമേൻ ആമേൻ. ആ സ്നേഹം, ആ ദൈവസ്നേഹത്തെ എല്ലാത്തിനും മീതെ സമ്പൂർണ്ണമായ ബദ്ധമായ സ്നേഹം. കണ്ടോ, ഈ പറഞ്ഞ ക്വാളിറ്റിക്കൊക്കെ മേളിലാണ് ദൈവവചനം സ്നേഹത്തെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഭാഗത്ത് തന്നെ നമുക്ക് വായിക്കാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ക്വാളിറ്റിയൊക്കെ ഉണ്ട്, ഞാൻ പ്രവചിക്കുന്നവനാണ്, വലിയ പാടുന്നവൻ, വലിയ ആരാധിക്കുന്നവനൊക്കെയാണ്, പക്ഷെ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എന്ന് പറയുന്ന മറ്റൊരു തിരുവചന ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പം ദൈവവചനം സ്നേഹം എന്ന് പറയുന്ന, ലവ് എന്ന് പറയുന്ന ആ വികാരത്തെ, ആ ഒരു എന്താ പറയുക ക്യാരക്ടറിനെ ഭയങ്കരമായാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം തന്നെ സ്നേഹമാണ്. അപ്പം ദൈവത്തിന് എങ്ങനെ അതിനെ കുറച്ച് കാണാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ നല്ല ആഴമേറിയ സ്നേഹമുള്ളിടത്ത് ദർ ഇസ് നോ കംപ്ലൈൻറ്റ്സ്, ദർ ഇസ് നോ എന്താ പറയുന്നത്
കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളതെല്ലാം ക്ഷമിക്കും, നമ്മളതെല്ലാം വിട്ടുകൊടുക്കും. അത് അല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു പക്ഷേ തെറ്റ് ചെയ്താലും ആ വ്യക്തിയുള്ള സ്നേഹം നിമിത്തം നമ്മൾ അതെല്ലാം വിട്ടുകളയും അല്ലേ. അപ്പം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹം ഈ പറഞ്ഞ ക്വാളിറ്റിക്കെല്ലാം മേളിലാണ്. അപ്പോൾ തന്നെ ആ സ്നേഹം നമ്മൾ വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, ദയ ഉണ്ടായിരിക്കണം, താഴ്മ ഉണ്ടായിരിക്കണം, സൗമ്യത ഉണ്ടായിരിക്കണം, ദീർഘക്ഷമ ഉണ്ടായിരിക്കണം. അതിനൊക്കെ മുകളിൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം അല്ലേ, ക്ഷമിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം അല്ലേ, അത് നമ്മൾ ഉണ്ടായിരിക്കണം. അത് ധരിപ്പീൻ എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. കർത്താവ് തന്നെ സ്നേഹമായിരിക്കുമ്പോൾ ആ കർത്താവിനെ നമ്മൾ ധരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. ഇനിയുമാണ് ഞാൻ പറഞ്ഞ ആ ഭാഗം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ആമേൻ. ഈ പറഞ്ഞ ക്വാളിറ്റീസ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ക്രിസ്തുവിൻ്റെ സമാധാനം. ക്രിസ്തുവിൻ്റെ സമാധാനം. ഹല്ലേലൂയ. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു, സമാധാനമില്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ അവിടെ ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നമ്മളെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്ക് എന്താ പറയുന്നത്, മാനുഷികമായി ജീവിക്കുമ്പോൾ നമുക്ക് ഈ പരുക്കൻ സ്വഭാവം കാണും, മുൻകോപിയായിരിക്കാം അല്ലേ. അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന രീതിയൊന്നും നമുക്കില്ലായിരിക്കാം. അങ്ങനെയൊന്നും ചെയ്യുന്നതിനെ ഒരു ഹീറോ ആയിട്ടൊന്നും ലോകം കാണത്തില്ല അല്ലേ. ക്ഷമിച്ചു കൊടുക്കുന്നതിനെയും വിട്ടുകൊടുക്കുന്നതിനൊന്നുമില്ല. പ്രതികാരദാഹിയായ നായകന്മാരെ പ്രസൻറ്റ് ചെയ്യുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പക്ഷേ നമുക്കറിയാം അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ രീതികൾ അതാണെങ്കിലും ദൈവത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മളിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരും അല്ലേ, ഹംബിൾനെസ്, കൈൻഡ്നെസ്, ജെൻറ്റിൽനെസ് എല്ലാം ഉള്ളവരായി അല്ലേ, അതുപോലെ കമ്പാഷൻ, ഇതൊക്കെ ഉള്ളവരായി ജീവിക്കാൻ ഗോഡ് വാണ്ട്സ് ഇൻ അവർ ലൈഫ് ദാറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരിൽ ദൈവത്തിൻ്റെ സമാധാനം പകരും. ദൈവം സ്നേഹമാണെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ജീസസ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ സമാധാനത്തിൻ്റെ ദൈവം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ആ സമാധാനത്തിൻ്റെ പ്രഭുവിൽ നിന്ന്, സ്നേഹമാകുന്ന ദൈവത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ പ്രിയരായ, തൻ്റെ വൃതന്മാരായ, തൻ്റെ വിശുദ്ധന്മാരായ തൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. കുറച്ച് കൈയടിച്ചു പാട്ടുപാടി എന്താ പറയുന്നത്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ പോകുന്നവരായിട്ട് ഒരു നാമമാത്രമായി പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ ദൈവത്തിൻ്റെ ക്രിസ്തുയേശുവിൻ്റെ ക്വാളിറ്റികളുള്ളവരായി, ജീസസിൻ്റെ ക്യാരക്ടേഴ്സ് ഉള്ളവരായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും എവിടെയെങ്കിലും ആ സോഫ്റ്റ് ഹാർട്ട്നെസ് നമുക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളതിനായി പണിതെടുക്കുന്നത്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഈ പറഞ്ഞ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുകയും ചെയ്ത് നമുക്ക് ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ ആ സമാധാനം വാഴട്ടെ എന്ന് ദൈവവചനം പറയുമ്പോൾ തന്നെ അത് നമ്മൾ വാണിട്ട് നമ്മൾ മാത്രം ക്യാരി ചെയ്ത് നടക്കാനല്ല, അത് അനേകർക്ക് പകർന്നു കൊടുക്കുക. സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ, ഇരുട്ടിൽ തപ്പുന്ന ഈ ലോകത്തിൽ അനേകർക്ക് ഈ ദൈവിക സമാധാനം പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, അതിനായി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാനുഷികമായി നമുക്ക് സ്വന്തമായിട്ടൊന്നും ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ നമുക്കതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനും ശ്രമിക്കുവാനും കഴിയും. അതോടൊപ്പം തന്നെ അത് നമ്മൾ നിറയുവാൻ പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മളെ തന്നെ അതിനായി ഒരുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. ആ സമാധാനം നിങ്ങൾ അനേകർക്ക് ക്രിസ്തുയേശുവിൽ പകർന്നു കൊടുത്ത് അവരും കർത്താവിൻ്റെ ഈ പീസും ദൈവസ്നേഹവും അറിയട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, മാനുഷികമായി ഞങ്ങൾക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്. എന്നാൽ അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ വാഴുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ മനസ്സലിവ്, സൗമ്യത, ദയ,
ആ താഴ്മ ദീർഘക്ഷമയൊക്കെ ഉള്ളവരായി ഞങ്ങളെ കർത്താവെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ദൈവസ്നേഹത്താൽ സകലത്തെയും കവിയുന്ന ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരുങ്ങിയ ആ ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആ പീസ് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളിലേക്ക് പകരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ആ പീസ് ഞങ്ങൾ പ്രാപിച്ചിട്ട് അനേകർക്ക് അത് കർത്താവെ ആ ദൈവസ്നേഹവും ദൈവസമാധാനവും കൊടുക്കുവാൻ ഞങ്ങളിലൂടെ അത് ഒഴുകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയാണ്. സമാധാനമില്ലാത്തവരായി ആകുലതയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോർഡ് ഹെൽപ്പ് ദം ലോർഡ്. ഐ ഡോണ്ട് നോ വാട്ട് ദേ ഗോയിങ് ത്രൂ ബട്ട് ഹെൽപ്പ് ദം ലോർഡ്. കർത്താവരെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ വചനം തന്നെ ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. ഇതിനായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് എല്ലാം ഞങ്ങൾക്കായി ജീവൻ യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നു. യേശു മൂലം കേട്ടുത്തരവെല്ലാം മാറണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.